നമുക്കറിയാം, നമ്മൾ അല്പം മുമ്പ് മഴയുടെ വാർത്തകൾ പങ്കുവെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണം ആകെ അവതാളത്തിലായിരിക്കുകയാണ് കേരളത്തിൽ എന്ന വാർത്ത. നമ്മൾ കാനകളും തോടുകളും ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് കൊച്ചി നഗരം വെള്ളക്കെട്ടിനെ അതിജീവിച്ചത്. അതെങ്ങനെയായിരുന്നു ആ അതിജീവനമെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ കൊച്ചി കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികളെല്ലാം വളരെയധികം മന്ദഗതിയിലാണ് എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. തോടുകളിൽ മാലിന്യം നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഈ സാഹചര്യം, ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞ ദിവസം കമലേഷ് തെക്കേക്കാട് നമ്മളോട് പങ്കുവച്ചിരുന്നു. ഇപ്പോഴത്തെ കൊച്ചിയിലും സമാന സാഹചര്യമാണ്. അമൽനാഥ് പാടിച്ചാൽ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അവിടെ നിന്നും അമൽ, ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ചും കൊച്ചി പോലുള്ളൊരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഈ മാലിന്യ സംസ്കരണം അവതാളത്തിലാവുകയാണെങ്കിൽ 10 വർഷം മുമ്പുള്ള കൊച്ചി എന്ന മാലിന്യ കൂമ്പാരത്തിലേക്ക് വീണ്ടും കൊച്ചി തിരികെ പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ഇപ്പോൾ മഴക്കാലം കാലവർഷം ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അല്ലാതെ തന്നെ മഴ കനക്കുന്ന സാഹചര്യമാണ്. എവിടെ എത്തി നിൽക്കുന്നു കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണം? സിന്ധുരി, എറണാകുളം ജില്ലയെ അല്ലെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ച് ഈ മഴക്കാലത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകളൊക്കെ തന്നെ രൂപപ്പെടുക എന്നുള്ളതാണ്. അതൊക്കെ വലിയ അപകടങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്ന വാർത്തകൾ പലപ്പോഴായി നമ്മൾ കാണുന്നതുമാണ്. നിലവിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും കൊച്ചി മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ LDFന്റെ നേതൃത്വത്തിൽ ഭരണസമയങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ, അതായത് മഴക്കാലങ്ങൾക്ക് മുന്നേ തന്നെ മുൻകരുതലുകൾ ഒക്കെ തന്നെ എടുത്തിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ പദ്ധതികൾ ഒക്കെ തന്നെ രൂപീകരിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള മുൻകരുതലുകൾ ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ചിട്ടയായ പ്രവർത്തനം, വളരെ പെട്ടെന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ മഴക്കാലത്തിന് മുന്നേ അത്തരം പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നിലവിൽ ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ മഴക്കാലപൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് വലിയ ഒരു അപകട സാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിലവിൽ പ്രധാനമായും ഈ കൊച്ചി നഗരത്തിൽ നടക്കേണ്ട ചില പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഓടകൾ, ഒപ്പം തന്നെ തോടുകൾ, അത്തരം ഇടങ്ങളിലൊക്കെ തന്നെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ പിന്നീട് മഴ ശക്തമാകുമ്പോൾ വെള്ളം വർദ്ധിക്കുവാനും ആ വെള്ളം പിന്നീട് പുറത്തേക്ക് ഒഴുകുവാനും ഒക്കെ വലിയ സാധ്യതയുണ്ട്. പലപ്പോഴും ശക്തമായ മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരമിടങ്ങളിൽ ഈ വെള്ളക്കെട്ടുകളൊന്നും തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി വാഹനങ്ങളിൽ പോകുന്നവർക്കോ മറ്റും തന്നെ സാധിക്കാറില്ല. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവർ ഓടകളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ തന്നെ പതിവ് വാർത്തകളൊക്കെ ആകാറുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും തന്നെ ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം വീണ്ടും കൊച്ചി നഗരം മാറുമോ എന്ന വലിയൊരു ആശങ്കയിലാണ് നിലവിലൊക്കെ ജനങ്ങൾ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മഴക്കാലപൂർവ്വ ശുദ്ധീകരണ പ്രവർത്തികളൊക്കെ തന്നെയും നടക്കേണ്ടത്. നിലവിലിപ്പോൾ അത് വലിയ മന്ദഗതിയിൽ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പനമ്പള്ളി നഗറിലെ ഒരു പാലത്തിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 2 ദിവസം കൊണ്ട് അല്പമെങ്കിലും ഇവിടെ ശുചീകരണ പ്രവർത്തികൾ നടന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും വളരെ മന്ദഗതിയിൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരിടമാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പാലത്തിൻ്റെ അടിവശമാണ് ഇവിടെ. ഇപ്പോൾ നിലവിൽ ഇവിടെ മഴ തുടരുന്ന സാഹചര്യമാണ്. 2 ദിവസം മുന്നേ ഇവിടെയൊക്കെ പൂർണ്ണമായും വേസ്റ്റിൽ മുങ്ങിക്കിടക്കുന്ന ഒരിടമായിരുന്നു. മാലിന്യങ്ങളുടെ കൂമ്പാരമായിരുന്നു. അത് കൈരളി കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മാലിന്യങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അല്പമെങ്കിലും നീക്കിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് വലിയ പുരോഗതികളൊന്നും തന്നെ ഇല്ല. അല്പം ചെളിയും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രധാന വിഷയം ഇതൊക്കെ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ മാത്രം ഇത്തരം പ്രവർത്തികൾ പുരോഗമിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവയൊക്കെ വളരെ എളുപ്പത്തിൽ ഇവിടെ നീക്കം ചെയ്യുവാനും മറ്റ് അപകട സാഹചര്യങ്ങളിലേക്കൊന്നും തന്നെ എത്താത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും പറ്റുകയുള്ളൂ. പക്ഷേ നിലവിൽ ഇത്തരത്തിൽ മന്ദഗതിയിൽ പ്രവർത്തികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് നിലവിലുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മഴ ശക്തമാവുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഈ പാലങ്ങളൊക്കെ തന്നെയും ഒരു പക്ഷേ ഈ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു രീതിയിലേക്ക് അടക്കം പോകും. അത് ഇവിടുത്തെ മാത്രം കാഴ്ചകളാണ്. കൊച്ചിയിലെ പല ഭാഗങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓടകളിലൊക്കെ തന്നെ സമാന സാഹചര്യമാണ്. വലിയ രീതിയിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് എല്ലാ ഓടകളിലും നിലവിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ മാലിന്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഓടകളിൽ നിറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. അത് പിന്നീട് ഇത്തരത്തിൽ ആ ഓടകളിൽ വെള്ളം കെട്ടി നിൽക്കുവാനും റോഡുകളിലേക്ക് അടക്കം വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ ഓടകളും റോഡും തിരിച്ചറിയാൻ പോലും സാധിക്കും
സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ മഴക്കാലങ്ങളിൽ കാൽനട യാത്രക്കാരും ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ അടക്കം പോകുന്നവർ ഇത്തരത്തിൽ അപകടത്തിലാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോവുകയോ ഒപ്പം തന്നെ മറ്റ് യാത്രകളിലൊക്കെ ഏർപ്പെടുന്ന ചെറിയ കുട്ടികളടക്കം ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ തടയുന്നതിൻ്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ തന്നെ ഇത്തരം പ്രവൃത്തികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗമായി അത്തരം കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിമർശനാത്മകമായ ഒരു കാര്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അത് കൃത്യമായി നടക്കുകയും ചെയ്തിരുന്നു. അത് പ്രത്യേക പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചുകൊണ്ട്, അതായത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ തന്നെ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട കനാലുകൾ ഒപ്പം തന്നെ ഓടകൾ ഒക്കെ തന്നെ അത് കൃത്യമായി മാർക്ക് ചെയ്ത് അവിടെയുള്ള മാലിന്യങ്ങൾ ഒക്കെ പരിശോധിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം പ്രവർത്തികൾ ഇത്തവണ ഇല്ല എന്നതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അത്തരം പദ്ധതികളൊന്നും തന്നെ നിലവിൽ തയ്യാറാക്കിയിട്ടില്ല. ഒരു വലിയ ഗൗരവപരമായ രീതിയിലേക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ കോർപ്പറേഷൻ അതോറിറ്റി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മന്ദഗതിയിൽ ഈ പ്രവർത്തികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ട സാഹചര്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും, അതായത് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു, മഴക്കാലങ്ങളിലെ ഏറ്റവും പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത്തരം പ്രവർത്തികൾ കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ വളരെ പെട്ടെന്ന് നടത്തണം എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നുമുണ്ട്. സിന്ധൂരി. ശരി, വ്യക്തമാണ് അമൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഒരു കൊച്ചി നഗരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 വർഷം നമ്മൾ കണ്ട മാലിന്യ സംസ്കരണം ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ഇതാ നമുക്കറിയാം, ഒന്നും സ്ഥായിയായ ഭാവമല്ല. എല്ലായിടത്തും പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണം ഈ ബ്രേക്ക് ത്രൂ എന്ന ആ ഒരു ഓപ്പറേഷൻ തന്നെ അതിനുള്ളതായിരുന്നു. വളരെ കൃത്യമായ സമയപരിധിക്കുള്ളിൽ വളരെ കൃത്യമായി തുടർച്ചയായി നടക്കേണ്ട ഒന്നാണ്. അവിടെ ഒരു പ്രാവശ്യം ബ്രേക്ക് വന്നാൽ ഉണ്ടാകുന്നത് പഴയതിനേക്കാൾ പിന്നത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയായിരിക്കും. അങ്ങനൊരു സാഹചര്യമാണ് ഇന്ന് കൊച്ചി നഗരം ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ നമ്മളെ കാണിച്ച ദൃശ്യങ്ങൾ തന്നെ അതാണ് നമ്മളോട് പറയുന്നത്. ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നടന്ന അന്ന് മാത്രം ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതൊന്നും ഈ വരുന്ന കാലവർഷത്തിന് മതിയാകുന്ന പ്രവർത്തനങ്ങളല്ല എന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള വ്യക്തമായ സമഗ്രമായ വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ നമ്മളോട് പങ്കുവച്ചത്.